ഓക്കെ, നമ്മൾ ചാപ്റ്റർ 3 പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ പറയുന്നത് ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അതായത് ഒരു ഇക്വേഷൻ, ഒരു ഇക്വേഷന്റെ മീനിങ് എന്താ കുട്ടികളെ? ഈ ഇക്വേഷൻ പറഞ്ഞ വാക്കിന്റെ, ഈ ഇക്വേഷൻ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇക്വേഷൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം സിമ്പിൾ ആണ്. ഈക്വൽ ടു സൈൻ. ഓക്കെ, എന്താണ് ഈക്വൽ ടു സൈൻ? ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇക്വേഷൻ എവിടെ കേട്ടാലും അവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഈക്വൽ ടു സൈൻ ശ്രദ്ധിക്കുക. ജാഗ്രത. ഈക്വൽ ടു ലെഫ്റ്റിൽ ആരൊക്കെ ഉണ്ടോ അവരെ വിളിക്കുന്ന പേരാണ് LHS. ഓക്കെ, ഈക്വൽ ടു റൈറ്റിലേക്ക് ആരസ് ഉണ്ടോ അവരെ വിളിക്കുന്ന പേരാണ് ദിവാകരൻ. അല്ല, RHS. ഓക്കെ, ഈക്വൽ ടു ലെഫ്റ്റിലേക്ക് വിളിക്കുന്ന ആൾക്കാരുടെ പേരാണ് LHS. ഈക്വൽ ടു റൈറ്റിലേക്ക് വിളിക്കുന്ന ആളുടെ പേരാണ് RHS. ഇനി ഈക്വൽ ടു ലെഫ്റ്റിൽ എന്ത് വേണമെങ്കിൽ വരാൻ കേട്ടോ. അതായത് ഇപ്പോൾ 3x+5 - 4y എങ്ങനെ ആവാം. ഇപ്പോൾ റൈറ്റിൽ എന്താ 4x - 3y + 5 ആവും. എന്ത് വേണമെങ്കിൽ ആവാം. ഇവയുടെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ ഇവരുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ്, ഇടത്തെ ഭാഗത്ത് കൈയിന്റെ സൈഡ്. ഓക്കെ, ശ്രദ്ധിക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് RHS. റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ്, എക്സാം ചോദിക്കില്ല, പക്ഷെ ഇതൊക്കെ കോമൺ സെൻസ് ആണ്. നമ്മൾ നോൺ സെൻസ് മാത്രമേ എക്സാം എഴുതാറുള്ളൂ. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. ഓക്കെ, എന്റെ പേരാണ് നിങ്ങളുടെ ആദ്യമല്ല. ഓക്കെ, ഇത് എഴുതണം സാധിച്ചാൽ ഇത് എഴുതിയ കുട്ടികൾ സ്കൂളിൽ പറയത്തില്ലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS RHS ഒക്കെ, അപ്പൊ മനസ്സിലാവണ്ടേ? അപ്പോൾ ഒരു ഈക്വൽ ടു സൈഡ്, ഒരു ഈക്വൽ ടു സൈഡിന്റെ ഇടത്തെ ഭാഗത്ത് നമ്മൾ LHS എന്ന് പറയും. ഒരു ഈക്വൽ ടു സൈഡിന്റെ വലത്തെ ഭാഗത്ത് നമ്മൾ RHS എന്ന് പറയും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഒരു ഈക്വൽ ടു സൈഡിന്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ LHS എന്ന് പറയും. ഒരു ഈക്വൽ ടു സൈഡിന്റെ റൈറ്റിലേക്ക് നമ്മൾ RHS എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ നമ്മൾ ചാപ്റ്ററിലേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ജമ്പ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിലേക്ക് ശ്രദ്ധിക്കുക. കുറെ പേർക്ക് ബോറടിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സോൾവ് ദ ഇക്വേഷൻ. സോൾവ് ദ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ചാപ്റ്റർ. ഓക്കെ, സോൾവ് ദ ഇക്വേഷൻ. Solve the equation x plus 3 equals 10. Solve the equation x plus 3 equals 10. ബച്ച ക്വസ്റ്റൻ, ചെറിയ ക്വസ്റ്റൻ. സോൾവ് x plus 3 equals 10. ചെയ്ത് നോക്കൂ. നമ്മൾ ഒരു കാര്യം പ്ലീസ് ലിസൺ. should I talk in English? Will that be okay for you all? ഇംഗ്ലീഷിൽ സംസാരിക്കണോ? അത് മലയാളം മതിയോ? ഒന്നും പറയുന്നു. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. ഒരു പോസിറ്റീവ് സൈൻ ഈക്വൽ ടു അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാറും. ഇതറിയണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. ഒരു നെഗറ്റീവ് നമ്പർ ഈക്വൽ ടു അപ്പുറത്തേക്ക് ചാടുകയാണെങ്കിൽ എന്താവും? അതൊരു പോസിറ്റീവായിട്ട് മാറും. പറഞ്ഞുതരാം, ടെൻഷനാണ് പറഞ്ഞത്. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അങ്ങോട്ട് മാറണമെങ്കിൽ അത് ഡിവിഷനായിട്ട് മാറും. ടെൻഷനാണ് നമ്മൾ. ഡിവിഷൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് ചാടുകയാണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനില് ഇപ്പൊ മോളെ ഇത് +3 അല്ലേ? ഇല്ലേ? ഇത് +2. അപ്പോൾ +3 എന്ന് പറയുമ്പോൾ ഇത്
ഇത് +3 അല്ലേ? +3 കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ പ്ലസ്. പ്ലസ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ എന്തായി മോൾ ഹിബ? അത് നെഗറ്റീവ് ആവും അല്ലേ? പ്ലസ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ +3 ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ അത് -3 ആവും. ശ്രദ്ധിക്കാം. അതായത് +3 ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയാം. പേര് പോലെ സിമ്പിൾ ആണ്, നോക്ക്. അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടില്ല മോളെ? നമ്മൾ എക്സ് ഈക്വൽ ടു സംതിങ്. എക്സ് ഈക്വൽ ടു സംതിങ് നമുക്ക് കിട്ടണം. എക്സ് ഈക്വൽ ടു സംതിങ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇടത്തെ ഭാഗത്ത് വേണം അല്ലെ? എക്സ് അവിടെ തന്നെ വേണം. എക്സ് ബുദ്ധിമുട്ടിക്കല്ലേ? അപ്പൊ എക്സ് മാത്രം ലെഫ്റ്റില് എക്സ് ആണ്, ബാക്കി എല്ലാം നമ്മൾ റൈറ്റിലേക്ക് വേണം അല്ലേ? അപ്പോൾ എക്സ് ഞാൻ ഇങ്ങനെ വെച്ചു. ഇനി ബാക്കി ആരല്ലേ? എക്സിനൊപ്പം ബാക്കി ആരല്ല? എക്സിനോട് ആര് വന്നിരിക്കുന്നത്? എക്സിന്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മളുടെ +3. അപ്പൊ +3 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. +3 അങ്ങോട്ട് വരുമ്പോൾ എന്തായാലും മോളെ നോക്കിയേ, ഇവിടെ നോക്കൂ. +3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -3 ആണ്. എന്തുകൊണ്ടാണെന്നറിയാം? 3. ആ ഈ പ്ലസ് ജമ്പ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം? ഈ പ്ലസ് ഈക്വൽ ടു കണ്ടോ, ഈക്വൽ ടു കഴിഞ്ഞ് വലത്തെ സൈഡിലേക്ക് പോവാം. വലത്തെ സൈഡിൽ പോകുമ്പോൾ +3 -3 ആണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പ്ലസ് ജമ്പ് ചെയ്യുമ്പോൾ അത് മൈനസ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവുണ്ടോ? കുറച്ചൊക്കെ ക്ലിയർ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ ഹിബ? ചെറുതായിട്ട് എസൻസിന് മനസ്സിലാവും കുറച്ചൊക്കെ. ഹിബ ആർക്കും എന്റെ പറഞ്ഞു ആദ്യം ആർക്കും സ്നേഹമില്ല. ശരി, എന്ന് വെച്ചാൽ ഇവിടെ നോക്കും. അതായത് നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു ഈ +3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -3 ആണ്. എന്താവും? 10 -3 ആണ്. കുറെ പേര് സാറ് മൈനസ് 3 3 -10 അല്ലേ? അല്ല, 10 ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. 10 ഓൾറെഡി റൈറ്റ് സൈഡിലാണ്. 10നെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? 10 ഓൾറെഡി റൈറ്റ് സൈഡിലാണ്. 10നെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? 10 അതേപോലെ എഴുതി. ആരാ വരണേ? വലിയ പേര് ആരാ വരണേ? അയ്യോ അങ്ങനെ പറയില്ല. ഓക്കെ, ആരാ കയറി വരണേ? +3 മാറി -3. അപ്പൊ 10 -3. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ട്രാൻസ്പോസ് എന്ന് പറയും. മലയാളം എനിക്ക് അറിയില്ല. മറ്റു എന്റെ ടീച്ചർ അറബി ടീച്ചറായിരുന്നു. ഇത് അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 10 -3 എത്ര? 10 -3 7. Wahid Itnan Talata Arba Kamsa Sutta Saba X equal to Saba. X equal to 7. ഇനി ഇവ മാത്രം ഒരു ക്വസ്റ്റൻ കൂടി കാണിച്ചാൽ അയ്യോ ഡോക്ടർ. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേറെ ക്വസ്റ്റൻ. എക്സ് -3 ഈക്വൽസ് 10. എക്സ് -3 ഈക്വൽസ് 10. എക്സ് -3 ഈക്വൽസ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ. ഇവ നോക്കിയേ, ഇവിടെ മുമ്പത്തെ യെസ്. സ്ത്രീ ഇവിടെ -3. അപ്പൊ നോക്കിയേ, -3 എന്ന് പറയുമ്പോൾ മോൾ നോക്കിയ ഒരു കാര്യം മനസ്സിലായാൽ മതി. മൈനസ് ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലോ. അപ്പോൾ കണ്ടോ, മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും മോളെ ഹിബ? മൈനസ് എന്താവും? മൈനസ് ആ 3. -3 ഓൾ -3 കണ്ടോ, ഈക്വൽ ടു ലെസ് ദാൻ -3. ഇപ്പോൾ ഈക്വൽ ടു ഇതാണ് മോളെ ഈക്വൽ ടു ലെഫ്റ്റ് ആൻഡ് -3. ഈ -3 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരണം അല്ലെ? മൈനസിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ? കണ്ടോ, മൈനസിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? പ്ലസ് അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ സോറി ഒന്നും നമ്മൾ മനസ്സിലാവുന്നത് ഇല്ലാന്ന് പറഞ്ഞാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു അതായത് -3 ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ +3 എന്ന് വെച്ചാൽ 10 +3 എക്സ് ഇസ് ഈക്വൽ ടു 13. അപ്പോൾ അപ്പോഴും പറഞ്ഞില്ലേ സിമ്പിളാണ്. സിമ്പിളാണല്ലേ? സിമ്പിൾ ഇക്വേഷൻ നമുക്ക് സിമ്പിളാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുന്നത്. എനിക്കെന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നത്. അതെ, ഇവിടെ നോക്ക് അയ്യോ മഞ്ഞ ഇവിടെ നോക്ക് ഇവിടെ നോക്ക്. ഓക്കെ, ഇവിടെ നോക്ക്. +3 വലത്തെ ഭാഗത്ത് കൊണ്ടുവന്നപ്പോൾ -3. -3 വലത്തെ ഭാഗത്ത് കൊണ്ടുവമ്പോൾ +3. അത്രേ ഉള്ളൂ. നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. സിമ്പിളാ, സിമ്പിളാണ്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ. ഇത് എഴുതി എടുത്തോ, അടുത്ത വെച്ചിട്ട് നോക്കാം.
ഇപ്പൊ മോളെ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ മോൾക്ക്? ഇല്ലെങ്കിൽ തന്നെ പറയാം, നമ്മൾ നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ പറ്റും. അതൊന്നും ഇല്ല. ആ, സാറേ ഓ ലാസ്റ്റ് പോർഷൻ ഒന്നുകൂടിയും പറയോ? മോളെ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക്? ഇതാണോ? ആ അതന്നെ. അതെ. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ കേട്ടോ, നോക്കൂ. സെയിം ക്വസ്റ്റ്യൻ. സോൾവ് എക്സ് മൈനസ് 5 ഈക്വൽസ് 10. അതേപോലെ എക്സ് പ്ലസ് 5 ഈക്വൽസ് 10. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 5 ഈക്വൽസ് 10, എക്സ് പ്ലസ് 5 ഈക്വൽസ് 10. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇവിടെ നോക്കൂ, നമുക്കൊരു കാര്യം അറിയാം. നെഗറ്റീവ് സൈൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സൈൻ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആണ്. ഇത് രണ്ടും കമ്പയർ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 5ന്റെ സൈൻ എന്താ കുട്ടികളെ? -5 അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ -5 റൈറ്റിലേക്ക് കൊണ്ടുപോകണം, വലത്തെ ഭാഗത്ത് കൊണ്ടുപോകണം. -5 വലത്തെ ഭാഗത്ത് പോകുമ്പോൾ എന്താ? അത് +5 ആയിട്ട് മാറും. പിന്നെ അടുത്ത കേസിൽ ഇവിടെ +5 ആണ്. ഈ +5 വലത്തെ ഭാഗത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് എന്തായി മാറും? -5. -5 ആയിട്ട് മാറും. -5. ഓക്കെ, പകുതി ദൂരം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ഈക്വൽ ടു നമ്മുടെ 10 എന്ന് പറയുന്ന ആൾക്കാർ രണ്ടുപേരും വലത്തെ ഭാഗത്ത് ഉപദ്രവിക്കില്ലേ? ഇവർക്ക് ഒരു ഉപദ്രവമില്ല. ഉള്ള ആൾക്കാർ ഉപദ്രവിക്കണോ? ഇവിടെ ഉള്ള ആളാണ് 10 ഉപദ്രവിച്ച ഒരു കാര്യമില്ല. അവൻ 10 രണ്ട് ഭാഗത്ത് ഇരിക്കാം. അപ്പൊ 10 കഴിഞ്ഞിട്ട് ആ 10 രണ്ട് ഭാഗത്തും ഞാൻ 10 എഴുതി. ഇനി നെഗറ്റീവ് സൈൻ നോക്കി, ഇവിടെ നോക്കി. ഈ നെഗറ്റീവ് സൈൻ ഇങ്ങനെയാണ് എന്തായി മാറി? പോസിറ്റീവ് സൈൻ. 10 പ്ലസ് 5 എക്സ് ഇസ് ഈക്വൽ ടു 15. ഓക്കെ, ഇനി അതേപോലെ അപ്ഡേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? 10 അവിടെയും ഓൾറെഡി 10 ഉണ്ട് കണ്ടോ? 10 ഓൾറെഡി ഉണ്ട്. അപ്പൊ 10 അവിടെ ഓൾറെഡി ഇട്ടു. അപ്പൊ 10 നോക്കിയ മക്കളെ, ഈ +5 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? -5 ആയിട്ട് വരും അല്ലേ? +5 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ 10 -5 വരും. അപ്പൊ എക്സ് ഇക്വൽ ടു 5. ഓക്കെ, ഞാൻ കുറച്ച് കേസസ് എടുത്തില്ലമ്മ. ദൈവമുണ്ട് മക്കളെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. +4 വലത്തെ ഭാഗത്ത് വരുമ്പോൾ -4. ഒക്കെ സോറി. അതിന്റെ സോൾവ് ആയിട്ട് മാറ്റാം. ഞാൻ എപ്പോഴേ പറയണോ, നമുക്കിത്
9 ആവശ്യമാണ്, 10 ആവശ്യമാണ്, +1 ആവശ്യമാണ്, +2 ആവശ്യമാണ്, ലൈഫ് ലോങ് ആവശ്യമാണ് മാത്സ്. നമ്മൾ ട്യൂഷനിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേറെ എവിടെയും പഠിപ്പിച്ചു കൊടുക്കുന്ന എനിക്ക് അറിയത്തില്ല. ഓക്കെ. ഇതിപ്പോ ചെയ്യാനുള്ളതാ. ഇതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നപ്പോ എനിക്ക് എന്നോട് ചോദിച്ചാൽ ചെയ്യാനാണ്. നമ്മൾ ചെയ്യും. കുഴപ്പമില്ല. സാർ ഫസ്റ്റത്തെ -4 ആണ്. -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് x +4 = 8. മോള് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ. +4 മോള് റൈറ്റിലേക്ക് കൊണ്ടുപോകും. +4 മോള് റൈറ്റിലേക്ക് കൊണ്ടുപോകും -4 എന്ന് വെച്ചാൽ x = 8 അവിടെ ഉണ്ട്. മോള് കൊണ്ടുവരുന്ന ഈ +4 എന്തായിട്ട് മാറും മോളെ? ഈ +4 മാറാൻ പോകുന്നത് എന്തായിട്ടാ? -4 ആയിട്ടാണ്. അതായത് 8 - 4. ഇപ്പൊ മോളെ 4 എവിടെ വരിക? മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. എല്ലാം കംപ്ലീറ്റ് ആയി. നിഷാദ വന്നു. നിന്റെ പാളം വച്ചാനെ എല്ലാ ആൻസർ നോക്കുള്ളൂ. ഞാൻ എന്തിനാണ് ഇവിടെ കംപ്ലീറ്റ് ആയി സാധനം? കംപ്ലീറ്റ് ആയി സാർ. കംപ്ലീറ്റ്. നെക്സ്റ്റ് പതിമൂന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ മനസ്സിലായോ? നൈസ്. ഓക്കെ. അതായത് നോക്കൂ. മൂന്നാമത്തെ x - 7 = 10. x = x ഒന്ന് എഴുതി എഴുതി പോട്ടെ ആൻസേഴ്സ്. കുഴപ്പമൊന്നുമില്ല. നോക്കുക. 10 + n മനസ്സിലാവില്ലെങ്കിൽ പറഞ്ഞ കേട്ടോ. എന്താണ്ടിരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയണം. അപ്പൊ 17 വരും. നാലാമത്തെ ക്വസ്റ്റ്യൻ x - 8 = 5. x = 5 + 8. x = 13. First one. X + 3 = 5. x = 5 - 3. x = 2. നമുക്ക് നോക്കാം. Sixth one. x - 7 = 5. x = 5 + 7. x = 12. Seventh one. x + 10 = 18. x = 18 - 10. x = 8. നിങ്ങൾക്ക് ഈ ബേസിക് ക്ലാസ്സിനെ ഗുണം ഏറ്റവും അല്ലാതെ നിങ്ങൾ 9, 10 ഇതൊക്കെ പോകത്തില്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും എന്നെ ഓർത്ത് പറയും, സാറേ താങ്ക് യു. കാരണം ഞാൻ 10 വർഷം ചെയ്യുന്ന കാര്യമാണ്. ഇത് 10ാം ക്ലാസ് പോകുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാൽ 10 എളുപ്പമാവും മക്കളെ. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സന്തോഷമായിരിക്കും അറിയാം മാത്സ് മാർക്ക് കിട്ടുമ്പോൾ.
അപ്പോൾ 8 x minus 5 equals 14. X equals 14 plus 5. X equals 19. 9. X plus 10 equals 10. X is equal to 10 minus 10. X equals 0. പത്താമത്തെ x minus 3 equals 3. X is equal to 3 plus 3. X equals 6. Okay. Any. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എനിക്ക് ഇത് മാത്സ് ആരെയും പറഞ്ഞു മാത്സ് പറഞ്ഞു 2 into x minus 5 equals 20. ഇതൊന്ന് സോൾവ് ചെയ്യാം ആർക്കെങ്കിലും 2 into 12 അല്ലേ ഞാൻ അയ്യോ ഹലോ രാംജാവ് സ്പീക്കിംഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തരണം. സൗണ്ട് ഇല്ല, സൗണ്ട് കേൾക്കണില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആവണില്ല, ചെറുതായിട്ടുള്ള കേൾക്കണത്. ഒന്നതിന് ഒരു മിനിറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്യാം ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം? ടെമ്പിൾ അങ്ങനത്തെ സാധനം ഓക്കെ, ഈ ക്വസ്റ്റ്യൻ 2x, അതായത് 2 വെച്ചിട്ട് ഇയാളെ മൾട്ടിപ്ലൈ, 2 വെച്ചിട്ട് ഇയാളെ മൾട്ടിപ്ലൈ അല്ലേ? 2 വെച്ചിട്ട് എക്സ് മൾട്ടിപ്ലൈ, 2 വെച്ചിട്ട് ഓൾജിബ്ര, 2 വെച്ചിട്ട് -5 മൾട്ടിപ്ലൈ, 2 വെച്ച് എക്സ് മൾട്ടിപ്ലൈ, 2 വെച്ച് -5 മൾട്ടിപ്ലൈ. അപ്പോൾ 2 വെച്ച് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 2 വെച്ച് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2x. 2 വെച്ചിട്ട് -5 മൾട്ടിപ്ലൈ, 2 വെച്ച് -5 മൾട്ടിപ്ലൈ എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? -10. യെസ്, -10 ഈക്വൽസ് 20. ഇനി ഹിബ ശ്രദ്ധിക്കാം, അതേപോലെ തന്നെ ഇത് നോക്കൂ. ഇവിടെ -10 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, -10 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, -10 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അത് അല്ലേ? മൈനസ് നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? പ്ലസ് അല്ലേ? അപ്പോൾ എന്തായിട്ട് വരുന്നത്? 2x is equal to 20 plus 10. ഇവിടെ ഡൗട്ട് ഉണ്ടാവില്ല, ഇതുവരെ ഡൗട്ട് ഉണ്ടാവില്ല വിശ്വസിക്കുന്നു. ഞാൻ എന്താ ചെയ്ത -10 വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്തായി മാറിയത്? 20 plus 10 അല്ലേ? -10 ഞാൻ വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരും, 20 അത് എന്തായി മാറി? 20 plus 10 ആയിട്ട് മാറി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ 2x is equal to 30 വന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി 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 ഈ 2 നോക്കൂ, 2x ഈ 2 എക്സും നടുക്ക് എന്താ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 2 എക്സും നടുക്ക് എന്താണ് കിട്ടുന്നത്? നോക്കി, 2x പറഞ്ഞാൽ 2 into x ആണ്. ഓക്കെ, 2x എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 into x ആണ്. ആണ് എനിക്ക് അറിയത്തില്ല, ബാക്കി എല്ലാവർക്കും കേൾക്കാൻ തോന്നുന്നു. ഓക്കെ,
ഓക്കെ, ഇനി ചിന്തിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 2x നടക്ക് ഇൻറ്റു ആണ്. ഓക്കെ, ഇൻറ്റു ആണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻറ്റുവിന് മൾട്ടിപ്ലൈന് ഈ ഇൻറ്റുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ ഈ ഇൻറ്റുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി എന്തായി മാറും? അത് എക്സ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈഡ് ബൈ 2 30 ഡിവൈഡ് ബൈ 2 15 ആണ് ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇനി എഴുതിട്ടോ, ഒന്ന് എഴുതി. കുറച്ച് ഹോംവർക്ക് സാർ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഒന്നുകൂടി പറഞ്ഞു തരണോ? പറഞ്ഞു തരാമല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ 2 ഉണ്ട്, ഇത് കുറച്ച് നമ്പർ ഉണ്ട്. ഈ 2 വെച്ചിട്ട് നമ്മൾ എക്സ് മൾട്ടിപ്ലൈ, ഇത് വെച്ചിട്ട് -5 മൾട്ടിപ്ലൈ. 2 വെച്ച് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x, 2 വെച്ച് -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10. ഇനി എന്താ നടക്കണമെന്ന് വെച്ചാൽ ഈ -10നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. -10നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അയ്യോ മൂന്ന് അത് അത് എന്താവും? അത് +10 ആയിട്ട് മാറും അല്ലേ? -10 വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ +10 മാറും. +10 എന്താ? 20 + 30 കിട്ടി. ഇത് നോക്കേണ്ട ഒരു കാര്യം, ജാഗ്രത. ഇത് നോക്കും. ഈ 2 എക്സിന് നടക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 2 എക്സിന്റെ നടക്ക് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷന് റൈറ്റിന് മുമ്പ് ഉണ്ടാവും ഡിവിഷൻ ആവും. അല്ലോ, അത് താഴെയുള്ള ഡിവിഷൻ. 30 ഡിവിഷൻ സൈൻ 2, 30 ഡിവിഷൻ സൈൻ 2 എന്താ? 15. അതാണ് സംഭവം. ഓക്കെ, അത് ഹോംവർക്ക്. ഹോംവർക്ക് പിടിച്ച 2x - 10 equals 20, 20 30, 3x + 17 equal to 47. Third one, 5x + 10 equal to 40. Fourth one, 6x - 9 equals 27. Fifth one, 5x - 9 equals 19. ഒന്ന് ചെയ്യുക. Thank you. സാറേ, ഓ, പറയൂ. ഈ ഈ കണക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നാളെ വേറെ പറഞ്ഞല്ലോ. നാളെ നമ്മൾ ഈ ഹോംവർക്ക് ചെയ്ത് ഇതിന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്യുന്നത് കേട്ടോ. ആ, ഓക്കെ, അപ്പോൾ വണക്കം. നാളെ பார்க்கலாம். ഓക്കെ, ശരി, ടാറ്റാ. പൂപ്പ് താഴ്ച വന്നപ്പോ എന്താണ്? ബൈ. ഓക്കെ, ബൈ ബൈ. ബൈ എവരിവൺ. ബൈ. Bye. Thank you. Chào bạn, chào bạn, chào bạn, കേട്ടോ. Thank you.